സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിട്ടു. ബജറ്റ് പാസാക്കാൻ ഭരണസമിതിക്ക് ഭൂരിപക്ഷം നഷ്ടമായതിനെ തുടർന്നാണ് നടപടി. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയതോടെ UDFന് ഭരണം നഷ്ടമായി. നിർബൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. നിർബൻ, വിശദാംശങ്ങൾ. സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന UDFന്റെ കൈവശമുണ്ടായിരുന്ന ഏക ബാങ്കാണ് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്. ഇതിന്റെ ഭരണമാണ് ഇപ്പോൾ UDFന് നഷ്ടമായിട്ടുള്ളത്. ഭരണസമിതി പിരിച്ചുവിട്ട് ഇപ്പോൾ സഹകരണ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് കാരണമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചേർന്നിരുന്നു. അതിൽ മുൻ വർഷത്തെ വാർഷിക കണക്കും ഒപ്പം തന്നെ ബഡ്ജറ്റും പാസാക്കാൻ ഇതിന് കഴിയാത്ത കാരണം സഹകരണ ഈ ബാങ്കിന് നിലവിലുള്ള ഗ്രാമവികസന ബാങ്കിന് ഭൂരിപക്ഷം തുടർന്നാണ് നടപടി. ഭൂരിപക്ഷം യോഗത്തിൽ വാർഷിക പൊതുയോഗത്തിൽ ഇല്ല എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ അധ്യക്ഷനായിരുന്ന ഈ ബാങ്കിന്റെ സംസ്ഥാനതല പ്രസിഡന്റ് യോഗം ഏകപക്ഷീയമായി അവസാനിപ്പിച്ച് പിരിയുകയായിരുന്നു. സഹകരണ നിയമം അനുസരിച്ച് സാമ്പത്തിക വർഷം ആരംഭിച്ച 6 മാസത്തിനുള്ളിൽ തന്നെ പൊതുയോഗം ചേർന്ന് കണക്കും ബഡ്ജറ്റും പാസാക്കണം. എന്നാൽ ഇത് പാസാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിന് കഴിഞ്ഞില്ല. ഈ ഭരണ പ്രതിസന്ധിയെ തുടർന്നാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹരിശങ്കറാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനർ ചുമതല നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പത്തനംതിട്ട കാർഷിക വികസന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി വിജയിച്ചതോടെ കേരളത്തിൽ കാർഷിക വികസന ബാങ്കുകളുടെ ഭരണത്തിൽ LDF നിലവിലുള്ള അംഗസംഖ്യയിൽ മുന്നിലായി. ഇതോടെ 76 കാർഷിക വികസന ബാങ്കുകളിൽ 30 എണ്ണം ഇടതു മുന്നണിയുടെ നിയന്ത്രണത്തിലായി. UDFന്റെ നിയന്ത്രണം 37ലേക്ക് ചുരുങ്ങി. ഇതോടെയാണ് പൊതുയോഗത്തെ UDFന് ഭൂരിപക്ഷമില്ലാത്ത സ്ഥിതി ഉണ്ടായത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചടക്കം നിരവധി പരാതികൾ നിലവിലെ ബാങ്ക് പ്രസിഡന്റിനെതിരെ നിലവിലുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടി ബാങ്ക് നിലവിലുള്ള ഭരണസമിതി പിരിച്ചുവിടുകയും അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തത്. സംസ്ഥാന തലത്തിലുള്ള UDFന്റെ സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു. നിർബനാണ് വിവരങ്ങൾ നൽകിയത്.